ഹലോ, വെൽക്കം ബാക്ക് ടു കൊച്ചിക്കാരൻ വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് സാറ്റർഡേ ആണ്. ഈ ദിവസത്തിന്റെ ഭയങ്കര പ്രത്യേകത ഒന്ന് പറ. നമ്മൾ ഇന്ന് നമ്മുടെ ഫാം ഷോപ്പിൽ പോകുന്നത്. എന്തിനാ മെഡിഗിരിക്ക് കുറ്റിയും പറിച്ച് പോണേ? അപ്പം കുറച്ച് ബീഫും ബോണും കൂടി മേടിക്കാൻ വേണ്ടി. അയ്യോ, അത്രേ ഉള്ളോ? എന്താണെങ്കിലും പോകില്ലേ. അപ്പം നമുക്ക് ജസ്റ്റ് നിങ്ങൾ ഈ സ്ഥലങ്ങളും കാണിക്കാം. നമ്മൾ പോവുകയാണ്. കാഴ്ചകളും പിന്നെ അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം എന്നോർത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺട്രി സൈഡ് ആണ്. അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. കൺട്രി സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗ്രാമപ്രദേശം, അതായത് സിറ്റി അല്ല. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണം. അതായത് ഈ ഫാം ഷോപ്പും പിന്നെ കുതിരകളും കൃഷിസ്ഥലങ്ങളും ഭാരതമല്ല, ഭാരതം ബിരിയാണിയുടെ അപ്പൊ ഇതൊരു ചെറിയ റൗണ്ട് അബൌട്ട് ആണ്. അപ്പൊ നമുക്ക് പോകേണ്ടത് സെക്കൻഡ് എക്സിറ്റിലാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലൈനിൽ നിന്നിട്ട് സെക്കൻഡ് എക്സിറ്റ് എടുക്കുന്നു. അപ്പൊ ഫസ്റ്റ് ലൈനിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് എക്സിറ്റും സെക്കൻഡ് എക്സിറ്റും എടുക്കാൻ പറ്റും. ഇപ്പോഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യില് പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ, അപ്പൊ എന്റെ കയ്യിൽ കാണൂല്ലോ. സെക്കൻഡ് ലൈനിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് എക്സിറ്റും ഫോർത്ത് എക്സിറ്റും എടുക്കാം. എടാ കഴുത, താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? മരുന്ന് എപ്പിയില്ലേ? അപ്പൊ വലിയ റൗണ്ട് അബൌട്ട് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 ലൈനൊക്കെ ഉണ്ടാവും. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന്. അപ്പൊ നമുക്ക് പോകേണ്ടത് സെക്കൻഡ് എക്സിറ്റിലാണ്. ഇനി ഒരു 10-15 മിനിറ്റ് ഡ്രൈവ് കൂടി ഉണ്ട്. ഈ മരങ്ങൾ കണ്ടു. ഈ സമയത്താണ് സാധാരണ ഈ മരങ്ങളെല്ലാം തളർക്കുന്നത്. കാണിച്ചു തരാന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായല്ലോ, ഇതുവരെ ഒന്നും കാഴ്ച കണ്ടില്ല. അപ്പൊ നമ്മളിപ്പം സ്പ്രിംഗ് സീസണിലാണ്. ഈ സീസൺ കൂടി കഴിയുമ്പോഴാണ് പിന്നെ ചൂട് തുടങ്ങുന്നത്. ഒത്തിരി അങ്ങ് മരങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ ഭയങ്കര വൃത്തികരമായിട്ട് വളർന്നു കഴിയുമ്പോൾ ഒരു കൗൺസിലുകാർ വന്ന് വെട്ടും. അയ്യോ, പേടിച്ചേനെ. അമ്മവാ, വണ്ടിയുടെ പോക്ക് കണ്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. തിരിച്ചു വന്നെന്ന് പറയാം കേട്ടോ. മോനെ. അപ്പം നമുക്ക് പതുക്കെ പോവാം. അത് നല്ലതാ. മരങ്ങള് വേറെ സർജൻസ് ഉണ്ട് മരം വെട്ടുന്നത്. അപ്പം നമ്മള് ഇവിടെ ഫാം ഷോപ്പിന്റെ അടുത്ത് എത്തി. ഈ വീടിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഫാം ഷോപ്പ്. ഓ, എനിക്ക് അപ്പോഴേ തോന്നി. ഇനി ഇവിടെ പതുക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് സാധനം മേടിക്കാൻ പോവാം. കുഴപ്പമില്ല, നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്, നല്ല സാധനമാണ്. മനസ്സിന്റെ സന്തോഷം കൊണ്ടായിരിക്കും സുമാരനങ്ങ് തടിച്ചു കൊഴുത്തുരുണ്ട് കറുത്ത കരിമന്തി പോലെയായി. അപ്പൊ ഇനി നമുക്ക് പതുക്കെ വീട്ടിലോട്ട് പോകാം. പോണ വഴിക്ക് ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, തണുപ്പായതുകൊണ്ട് മൊത്തം ഐസ് പിടിച്ച് കിടക്കണേ. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഈ സൈഡിൽ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ചെറിയ ലേക്ക്. ഞാൻ പതുക്കെ നടന്നു പോയിട്ട് റെക്കോർഡ് ചെയ്യാം. അത് വേണോ? റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ ആ ഫുട്ടേജ് കാണിക്കാം. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? മുട്ടം തണുപ്പാട്ടോ. അന്യതണുപ്പ് എന്ന് പറഞ്ഞാൽ അന്യതണുപ്പാണ്. ഇപ്പം എൻ്റെ വെയിറ്റൊന്നും താങ്ങിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചവിട്ട് നോക്കിയതാണ് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്ന്. അപ്പോൾ മനസ്സിലായി ഇറങ്ങാൻ പറ്റിയില്ലെന്ന്. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. നിന്ന് താളം ചവിട്ടാണ്ട് പാടാ. ബീഫ് ഫ്രോസൺ ആകുന്നതിന് മുമ്പ് വീട് പിടിക്കാൻ നോക്കാം.